കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടി എന്നുള്ളതാണ്. 10-ാം ബ്ലോക്കിൽ സെല്ലിന്റെ ഭിത്തിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഫോൺ കണ്ടെത്തിയത്. കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടുന്നു. ഇതിപ്പോ ഇങ്ങനെ സുരക്ഷ ശക്തമാക്കുന്നു, പല പല നടപടികൾ ഉണ്ടാകുന്നു. ഇതിനൊന്നും ഒരു കുറവുണ്ടാവില്ല. സ്മിത, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അന്വേഷിക്കുന്നതിന് വേണ്ടി സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി ഇന്നലെയും മിനിഞ്ഞാന്നുമായാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി അവരുടെ പരിശോധനകൾ നടത്തി പൂർത്തീകരിച്ചത്. അതിനിടെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വീണ്ടും ഈ മൊബൈൽ ഫോൺ പിടികൂടിയത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നടത്തിയ പരിശോധനയിലാണ്, ജയിലിൽ ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് 10-ാം ബ്ലോക്ക് സി ഡിവിഷനിലെ 12-ാം നമ്പർ സെല്ലിൽ നിന്നും അവിടെ ഭിത്തിയിൽ ഒളിപ്പിച്ച നിലയിലാണ് നോക്കിയയുടെ പഴയ കീപാഡ് ഫോൺ ഉണ്ടായിരുന്നത്. ദിവസേന നടക്കുന്ന, അതായത് പ്രതിദിനം നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയതെന്നാണ് ജയിൽ അധികൃതർ പറയുന്നത്. ഇപ്പോൾ എന്തായാലും സൂപ്രണ്ടിൻ്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇത്തരം മൊബൈൽ ഫോൺ പിടികൂടുന്ന ഘട്ടത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അവിടെ അത് അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് എപ്പോഴും ഉണ്ടാകാറുള്ളത്.